ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വേളാങ്കണ്ണിയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ പള്ളി വക റൂം എങ്ങനെയാണ് ബുക്ക് ചെയ്യുക, ആ റൂമിൻ്റെ അവസ്ഥ എന്തായിരിക്കും, എന്തൊക്കെയാണ് അവിടെ നമുക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്നൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വേളാങ്കണ്ണിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തും. ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷ്രൈൻ റൂം ബുക്കിംഗ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വേളാങ്കണ്ണിയിലെ പള്ളിവക റൂമുകൾ ബുക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 100 രൂപ കൊടുത്താൽ ഓട്ടോയിലും നമുക്ക് വന്നെത്താൻ പറ്റും. നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് കൗണ്ടറുകളാണ് കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കൗണ്ടർ 8 അല്ലെങ്കിൽ 9 ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ ചെന്നിട്ട് നമുക്ക് എന്ത് തരത്തിലുള്ള റൂമാണ് വേണ്ടത്, AC ആണോ നോൺ AC ആണോ, എവിടേക്കാണ് റൂം അവൈലബിൾ ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എത്ര ദിവസത്തേക്കാണ് റൂം വേണ്ടത്, എത്ര പേരാണ് റൂമിൽ താമസിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ റൂം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ 6 പേർക്ക് വരെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. സിംഗിൾ റൂം ആണെങ്കിൽ 3 പേർക്ക് വരെയും ഉറങ്ങാൻ പറ്റും. ഇപ്പോൾ ഈ ഓഫീസിൻ്റെ പ്രവർത്തന സമയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പിൽ എഴുതിയുണ്ടാവുക ഏത് ബിൽഡിങ്ങിലാണ്, എത്ര നമ്പർ റൂമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ സ്ലിപ്പിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ എഴുതി തന്നിട്ടുണ്ടാവും. ഇതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ പേര്, അഡ്രസ്സ്, ആധാർ കാർഡിൻ്റെ നമ്പർ തുടങ്ങിയവ എഴുതിയിട്ട് ബില്ലിങ്ങിലുള്ള ഏതെങ്കിലും ഒരു കൗണ്ടറിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് പൈസ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ലിപ്പ് കിട്ടും. ഇതിനകത്ത് നമ്മുടെ റൂം നമ്പർ ഉണ്ടായിരിക്കും, ഏത് ബിൽഡിങ്ങിലാണ് ഇതെന്നുണ്ടായിരിക്കും, നമ്മുടെ പേര്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ എമൗണ്ട് ഉണ്ടായിരിക്കും. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർച്ചർ ടൈം എന്ന് അവർ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇതേ ഓഫീസിൽ കൊണ്ടുവന്ന് ഈ സ്ലിപ്പ് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മൾ കൊടുത്ത സെക്യൂരിറ്റി എമൗണ്ട് തിരിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് 1 മണിന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 1 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ഓഫീസിൽ കൊണ്ടുവന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എവിടെ നിന്നാണോ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതേ ഓഫീസിൽ ആരാണോ ഇത് ബുക്ക് ചെയ്തത് അയാൾ തന്നെ വന്ന് ഈ ലെറ്റർ തിരിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ എമൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ടൈം എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വേളാങ്കണ്ണിയിൽ ഇതുവരെ ഞാൻ പോയിട്ടുള്ളതും സ്റ്റേ ചെയ്തിട്ടുള്ളതും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ സ്ലിപ്പിൽ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ബിൽഡിങ്, ഇവിടെയാണ് ഏറ്റവും നല്ല താമസം അവർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഇത് 2023 മാത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ലതാണ്. ബെഡൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ ബാത്റൂം, റൂമുകളാണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഇവിടേക്ക് ലിഫ്റ്റ് സൗകര്യവും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടെ ഇപ്പോൾ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവരുണ്ട് എന്ന് കരുതി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ വേണമെന്ന് കരുതി വേറെ ബിൽഡിങ്ങുകൾ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ബിൽഡിങ്ങിൽ തന്നെ എടുത്താൽ മതി. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏത് നേരവും പ്രവർത്തിക്കുന്ന ലിഫ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇത് നമ്മുടെ വേളാങ്കണ്ണിയിലെ മെയിൻ പള്ളിയുടെ, അതായത് നമ്മുടെ ഇടവക പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ഈ സ്ലിപ്പുമായിട്ട് നമ്മൾ നേരെ ഈ ബിൽഡിങ്ങിൻ്റെ റിസപ്ഷനിൽ ചെല്ലാം. അവിടെ ചെന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അവിടുത്തെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തതിന് ശേഷം അവർ നമുക്ക് അവിടെ ആ റൂമിൻ്റെ കീ തരും. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് ചെന്നതിന് ശേഷം ഈ റൂം എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിപ്പോൾ കിട്ടിയത് 163 നമ്പർ റൂമാണ്. ഇതൊരു ഡബിൾ ബെഡ്റൂമാണ്. ഡബിൾ ബെഡ്റൂമിന് ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 800 രൂപയാണ് ഒരു ദിവസത്തേക്ക്. പക്ഷേ സെക്യൂരിറ്റി അടക്കം നമ്മൾ 1600 രൂപ ആദ്യം കൊടുക്കണം. അതിനുശേഷം നമ്മൾ താക്കോല് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് 800 രൂപ തിരിച്ചു തരും. അങ്ങനെയാണ്. സിംഗിൾ ബെഡ്റൂം ആണെങ്കിൽ 400 രൂപയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇവിടെ എടുത്തിരിക്കുന്ന റൂം. ഇത് അത്യാവശ്യം നല്ല നീറ്റാണ്. നമ്മുടെ സാധനങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ് ഇത് വൃത്തികേടായി തോന്നുന്നത്. ഇത് നമുക്ക് കിട്ടുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. സൈഡിലെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജനലയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേളാങ്കണ്ണി പള്ളി, മെയിൻ പള്ളി, കപ്പേള ഇതെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത്രയും അടുത്ത് പള്ളിയുള്ള വേറൊരു റൂം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലീനിങ് സ്റ്റാഫ്സ് ഇത് ഇടയ്ക്ക് വന്ന് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാത്റൂമിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഷവർ ഉണ്ടായിരിക്കുന്നില്ല. നമ്മൾ ബക്കറ്റും കപ്പും തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഫാനാണ് ഉണ്ടാവുക. സെൻറ്ററിൽ തന്നെ ഒരു ഫാനുണ്ട്. പിന്നെ അതേപോലെ പ്ലഗ് പോയിൻറ്റുകൾ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുടെ മൊബൈൽ ഒരേ സമയം ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ അഡാപ്റ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. മീൻസ് എക്സ്ട്രാ പ്ലഗ് പോയിൻറ്റുകൾ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യണം. ഇതിനകത്ത് 3 സിംഗിൾ ബെഡുകൾ ഒരുമിച്ചിട്ടിരിക്കുന്നതാണ്. അതേപോലെ ഒരു മേശ, ഒരു കസേരയും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ തന്നെ ഈ ബിൽഡിങ്ങിൽ നമുക്ക് കിച്ചൺ ഫെസിലിറ്റി അവർ തരുന്നുണ്ട്. ഇപ്പോൾ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ നിരത്തി പിടിച്ചിങ്ങനെ ഗ്യാസ് സ്റ്റൗവും ഗ്യാസ് സിലിണ്ടർ ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇത് 1 മണിക്കൂറിന് 50 രൂപയാണ് നിരക്ക്. പിന്നെ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് വൈകുന്നേരം 11:30 ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് എല്ലാവരും റൂമിലെത്താനായിട്ട് ശ്രദ്ധിക്കുക.
നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് പള്ളിയുടെ മുകളിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇത് ഇവിടെ തമിഴ്നാട് സൈഡിൽ സൂര്യ അസ്തമയം അല്ല നമുക്ക് കാണാൻ കഴിയുക, സൂര്യ ഉദയമാണ്. കാരണം കടൽ ഈ സൈഡിലായതുകൊണ്ട്. അപ്പോൾ ഇത് ഭയങ്കര മനോഹരമായിട്ട് തോന്നി. കുറേ നേരം അത് നോക്കി നിൽക്കാനും നമ്മുടെ റൂം ഇവിടെ തന്നെ വന്നുകൊണ്ട് ഈ സൈഡിൽ തന്നെയുള്ള റൂം കിട്ടിയതുകൊണ്ട് നമുക്കിങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കിച്ചണിലേക്ക് നമുക്ക് ഗ്യാസ് സ്റ്റൗ ഇത് മാത്രമേ അവിടെ അവൈലബിൾ ആയിരിക്കുള്ളൂ. അവിടെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കണം. അതേപോലെ പാത്രങ്ങളാണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ ഷെഡിൽ കാണുന്നത് അവരുടെ ഇതാണ്. ഇവിടെ നമുക്ക് പാത്രങ്ങൾ നമുക്ക് ഏതാണ് വേണ്ടത് അത് റെൻറ്റിനെല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ റൂം എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് ഓഫ്ലൈൻ വഴി മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈൻ ബുക്കിങ്ങുകളൊന്നുമില്ല. നമ്മൾ നേരിട്ട് നിന്ന് തന്നെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഈ ബിൽഡിംഗ് തന്നെ കിട്ടുകയാണെങ്കിൽ പരമാവധി അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അധികം നടക്കാതെ നമുക്ക് എല്ലാവിടേക്കും പോകാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.